सरस्वती नमः। ओम श्री पार्थसारथये नमः। തെരുവിലിട നടക്കും മംഗമാർ കൂറകക്കും പിഴിയമല ചുമക്കും കേശിയെ പ്രേതമാക്കും അഴകിയ കടൽ വർണ്ണൻ പുള്ളിനെ ചുണ്ടുകീറും തൊടുപുഴ മരുവീടും കൃഷ്ണനെ കൈതൊഴുന്നേ. കേരള ചരിത്രത്തിൻ്റെ വളരെ ഉദാത്തമായ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ ശ്രീ ഭഗവാന്റെ സാമീപ്യത്തിൽ സാന്നിധ്യത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആഴത്തിലുള്ള പഠനത്തിനും ആചാര്യസ്വാമികളുടെ ഭാഷ്യപാരായണത്തിനുമൊക്കെ നമുക്കെല്ലാം പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും ശ്രീ ഭഗവാന്റെ വിശേഷമായ അനുഗ്രഹം കൊണ്ടാണ്. മാത്രമല്ല വെറുതെ ഭാഷ്യം കേൾക്കുക എന്നതിലുപരിയായി ഈ ഭാഷ്യത്തിലൂടെയും ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയും ഓരോ യുഗത്തിലെയും ഓരോ കാലഘട്ടത്തിലെയും ആളുകൾക്ക് ഭഗവാൻ എന്താണ് ഉപദേശിച്ച് നൽകുന്നത്, എന്ത് മാർഗനിർദ്ദേശമാണ് ശ്രീ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രീതി കൂടി ആകുന്നത് വളരെ ശുഭോദർക്കമായൊരു കാര്യമാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച ഓരോരുത്തരും ശ്രീമദ് ഭഗവത്ഗീതയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് അതിലേക്കൊരു ചെറിയ ഒരു വാതായനം തുറന്നിട്ടു. പൂജ്യ സ്വാമിജി ക്ലൈബ്യമാസ്മകമപ്പാർത്ഥ, ഒരിക്കലും ക്ലീബതയിലേക്ക് പതിക്കാതെ പൗരുഷത്തോടുകൂടി ധീരതയോടുകൂടി സ്വന്തം ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ധർമ്മത്തിനു വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനോഹരമായി സൂചിപ്പിച്ചു. സമയം വളരെ കുറച്ചായതുകൊണ്ടായിരിക്കണം സ്വാമിജിയുടെ വളരെ ധീരോദാത്തമായ ഭാഷണം വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇനിയും ഇതൊരു തുടക്കമായി തീരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതുപോലെയുള്ള വളരെ പ്രഗത്ഭന്മാരായ മഹാത്മാക്കളുടെ പ്രഭാഷണങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ ശ്രവിച്ചാൽ പോരാ, പൗനപുണ്യേന ശ്രവണം കുര്യാന്നാണ്. വീണ്ടും 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 വിവിധമായിരിക്കുന്ന അമൃതവചസ്സുകൾ ശ്രവിച്ചാൽ മാത്രമേ ജഡപ്രായമായി കൊണ്ടിരിക്കുന്ന ധർമ്മത്തിനൊരു ഉണർവും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ട് ഈ സത്രം ഇവിടെ വെച്ച് തീരാതെ ഇനിയുമുള്ള അനേകം സത്രങ്ങൾക്ക്, മാസികങ്ങളായിരിക്കുന്ന ചിന്തകൾക്ക് ഒരു ആരംഭമായി തീരട്ടെ എന്ന് ശ്രീ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മുഖങ്ങളെ അതിൽ കാണാൻ പറ്റും. ഭഗവത്ഗീത തിരുവേനി പറഞ്ഞതുപോലെ സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹമാണ്. എന്തൊക്കെയാണോ വേദാന്തത്തിൽ എന്തെല്ലാം വിഷയങ്ങളെയാണോ നമ്മുടെ മുമ്പിൽ ഉപനിഷത്തുകൾ അവതരിപ്പിച്ചത്, ആ വിഷയങ്ങളെയെല്ലാം സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പുനഃപ്രസാദനം ചെയ്തിട്ടുള്ളതാണ് ഗീത. അതുകൊണ്ടാണ്
സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറയാൻ കാരണം, എല്ലാ ഉപനിഷത്തുകളുമാകുന്ന പശുവിൽ നിന്ന് കറന്നെടുത്ത പാലാണ്, സകല ഉപനിഷത്തുകളുടെയും സത്താണ് ഭഗവത്ഗീത. അതായത് സർവദർശനങ്ങളുടെയും സർവശാസ്ത്രങ്ങളുടെയും അന്തസത്തയാണ് ഗീത. പലപ്പോഴും നമ്മൾ ഈ ദർശനം ശാസ്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്തൊക്കെയോ വിഷയങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ശ്രീമദ് ഭഗവത്ഗീത അതിൻ്റെ പ്രധാന വിഷയമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെന്താണ്? നോക്കൂ, ഈ ലോകത്തെ എല്ലാവരും, അത് നമ്മളാകട്ടെ, വിദേശികളാകട്ടെ, മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, ആരുമാകട്ടെ, നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദുഃഖം. ദുഃഖമില്ലാത്തവരായി ഇവിടെ ആരുമില്ല. ഒരു വിധത്തിലുള്ള ദുഃഖം അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ദുഃഖം, ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ല എന്നിരിക്കെ എന്തിനാണ് ശാസ്ത്രങ്ങൾ? എന്താണ് കാലിക പ്രസക്തി എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും എന്താണോ അറിയേണ്ടത് അതെല്ലാം നൽകുവാനുള്ള കഴിവ് ശാസ്ത്രത്തിനുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗീതയുടെ ഒരു ഭാഗമാണ്. അത് ദുഃഖങ്ങളുടെ നിവർത്തിക്കൽ. നമ്മളെല്ലാവരും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു കാര്യമാണ് ദുഃഖം. ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ദുഃഖം. എങ്ങനെയാണ് ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാവുക? ഇതാണ് ഒരു വിധത്തിൽ നോക്കിയാൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രധാന വിഷയം. ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്താണ് എന്ന് ചിന്തിക്കുക എന്ന് ചോദിച്ചാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത്, എങ്ങനെയാണത് അവസാനിപ്പിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം എന്നാണ്. എങ്ങനെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അർജുനനോട് പറയാണ്, ദുഃഖിക്കാൻ ഇടയില്ലാത്തതിൽ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവനായ അല്ലയോ അർജുന. ഈ ദുഃഖിക്കാൻ ആവശ്യമില്ലാത്തതായ വിഷയങ്ങളെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ അർജുന എന്ന് പറഞ്ഞ് ആരംഭിച്ച ശേഷം 18-ാം അധ്യായത്തിൽ ഭഗവാൻ അവസാനിപ്പിക്കുന്നത് മാശുച, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്താണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ വെക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ്. നമുക്ക് മനുഷ്യന് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എങ്ങനെ? ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആരംഭവും അവസാനവും മാത്രമല്ല, വീണ്ടും വീണ്ടും ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുമ്പോൾ കാണാം അവിടെ ആവർത്തിക്കപ്പെടുന്നതായൊരു വിഷയമാണ് മാശുച, ദുഃഖിക്കരുത്. ശ്രീ മഹാത്മാഗാന്ധി ഭഗവത്ഗീതയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അശോക ഉപനിഷത്ത്. അശോകം ചില ദുഃഖങ്ങളില്ലാതെ ആക്കാനുള്ള സഹായിക്കുന്ന ഉപനിഷത്ത് ശ്രീമദ് ഭഗവത്ഗീതയുടെ എന്ന് മാത്രമല്ല എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെയും പ്രധാന വിഷയം ഇത് തന്നെയാണ്. അതെന്തെങ്കിലും ഒരു സൂപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെടാത്ത എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു പോവുക മാത്രമല്ല, എന്താണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് ഹേതു? മനുഷ്യന് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധ്യമാണോ? സാധ്യമാണെങ്കിൽ എന്താണ് അതിൻ്റെ വഴി? ഇങ്ങനെ മനുഷ്യനെ ദുഃഖത്തിൻ്റെ ഈ സാഗരത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു കണ്ണാടിയാണ്, ഒരു വാതായനമാണ്, ഒരു വഴിയാണ്, ഒരു മാർഗമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്ന വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് പോലെ ഭഗവത്ഗീത പഠിക്കാനല്ല. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിലുള്ളതായ അനന്തമായ ശക്തിയെ ഉണർത്തി നമ്മൾ സത്യത്തിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും എല്ലാവിധത്തിലുള്ള വിഷമതകളെയും അഭിമുഖീകരിക്കാൻ, ഒളിച്ചോടാനല്ല, അഭിമുഖീകരിക്കാൻ നമ്മളെ സന്നദ്ധരാക്കിക്കൊണ്ട്
സ്വാമിജി പറഞ്ഞതുപോലെ അർജുനൻ എല്ലാം ഉപേക്ഷിച്ച് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ ശരീരം തളരുന്നു, എൻ്റെ നാക്ക് തളരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ പോവാണ്, ഓടിപ്പോവാൻ പോവാണ് എന്ന് പറഞ്ഞ അർജുനനെ ഈ അഭയത്തിൻ്റെ, ഭയമില്ലായ്മയുടെ, ധീരതയുടെ, ആത്മാവിൻ്റെ ഉണർവിൻ്റെ ഈ ഗീത, ഈ ദിവ്യ സംഗീതം കേൾപ്പിച്ച് തൻ്റെ സ്വധർമ്മത്തിന് പ്രാപ്തനാക്കി തീർത്ത ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഒളിച്ചോടാനല്ല ഭഗവത്ഗീത പറയുന്നത്. ജീവിതത്തിൽ വിഷമങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിഷമതകൾ ഉള്ളത്, ആ വിഷമതകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നറിഞ്ഞ് വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായിരിക്കുന്ന ഒരു ഒരുമിപ്പിലൂടെ, ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ അറിയുവാനും അതിലേക്കുള്ള ആ പ്രശ്നങ്ങളെ കടന്നു പോകുന്നതിനുള്ള വഴികളെ ഓർമ്മിക്കുവാനും അറിയുവാനും അതിനെ വളരെ ധീരതയോടുകൂടി നേരിടുവാനുമുള്ള ഒരു സമയം, അത് സ്വാമിജി പറഞ്ഞതുപോലെ വളരെ ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ പാഠനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ഇപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത്ര മാത്രം പോരാ, നമ്മുടെ ഓരോ വീട്ടിലും ഓരോ ഗൃഹത്തിലും ഭഗവത്ഗീത ഉണ്ടായിരിക്കണം. ഓരോ വീട്ടിലും ഭഗവത്ഗീത ഉണ്ടായാൽ മാത്രം പോരാ, അത് വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, എന്താണ് ഭഗവത്ഗീതയുടെ സന്ദേശം എന്നറിയാൻ പറ്റണം. ഈ ഗീതയുടെ സന്ദേശത്തെ അറിയുവാനും അതിനെ നമ്മുടെ ഉള്ളിൽ ധരിക്കുവാനും അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും സാർത്ഥകമായി തീരും, ജീവിതം ഏറ്റവും ധന്യമായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഗീതയുടെ, നമ്മുടെ ഗീതാ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവസാനം ഗീതയെ സംഗ്രഹിക്കുന്ന സ്ഥലത്ത് പറയും, ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രം. എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീതയിൽ 2 ഘടകങ്ങളുണ്ട് ഭഗവത്ഗീതയ്ക്ക്. ഒന്ന് ബ്രഹ്മവിദ്യയാണ്, വേറൊന്ന് യോഗശാസ്ത്രമാണ്. എന്താ ബ്രഹ്മവിദ്യ വെച്ചാൽ എന്താണോ ബ്രഹ്മത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ്. ഈ അറിവ് മാത്രമല്ല, ഈ അറിവിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുക. എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ പരമമായിരിക്കുന്ന സത്യം എന്താണ്, ഈ സത്യത്തിൻ്റെ വ്യാവഹാരികവും പാരമാർത്ഥികവുമായ തലങ്ങൾ എന്താണ്, വ്യാവഹാരികവും പാരമാർത്ഥികവുമായ തലങ്ങളിലുള്ള ഈ സത്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ എങ്ങനെ സാധിക്കും, നമ്മുടെ വൈയക്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതം എങ്ങനെയാണ് വിജയകരമായി തീരുവാൻ. എന്നാണ് അവസാനിക്കുന്നത്, ഗീത അവസാനിക്കുന്നത് അങ്ങനെ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ. നോക്കൂ, തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാ നീതി മതിർമമ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഉള്ളത്, അവിടെ വിജയമുണ്ടാകും. അത് നമ്മുടെ ജീവിതമാകട്ടെ, വൈയക്തികമായ ജീവിതമാകട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതമാകട്ടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതമാകട്ടെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവിതമാകട്ടെ. ഈ 2 കാര്യങ്ങൾ, ഒന്ന് ശരിയായ അറിവ്, ഈ ശരിയായ അറിവിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ജീവിതം. അറിഞ്ഞാൽ മാത്രം പോരാ, ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ്. ഇത് 2ഉം യോജിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം വിജയകരമായി തീരുന്നത്. നമുക്ക് എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടില്, നമ്മുടെ വീട്ടില് ഐശ്വര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? എല്ലാവിധത്തിലുള്ളതായ സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ വഴി പറയണോ? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. ഈ 2 തത്വങ്ങൾ, ഒന്ന് എന്താണ് നമ്മുടെ സംസ്കൃതി നമുക്ക് നൽകുന്നതായ പാഠങ്ങൾ എന്ന അറിവ്, ആ പാഠങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് അവയെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിനുള്ള കഴിവ്. ഇത് 2ഉം ഒരുമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സന്തുഷ്ടമായി തീരുന്നുള്ളൂ.
ശ്രീമദ് ഗീതയിലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ധർമ്മം, എന്താണ് തത്വം, എന്താണ് സത്യം, ഇത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വെറുതെ അവതരിപ്പിക്കുക മാത്രമല്ല, ഇതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഷ്ഠിക്കാൻ പറ്റും എന്നുകൂടി ഗീത നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതുകൊണ്ടാണ് മറ്റു പല ശാസ്ത്രങ്ങളിൽ നിന്നും ഭിന്നമായിട്ട് വളരെ വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത. നമ്മൾ ഗീതയെ വളരെ സസൂക്ഷ്മം പഠിക്കുമ്പോൾ മനസ്സിലാവും, അതുവരയ്ക്കുണ്ടായിരുന്ന പല ചിന്തകളെയും പൊളിച്ചെഴുതുന്നുണ്ട് ഗീത. 18-ാം അധ്യായത്തിൽ എന്താണ് സന്യാസം, എന്താണ് ജീവിതം, എന്താണ് കർമ്മം, എന്താണ് ഈശ്വരൻ, ഈ വിഷയങ്ങളിലെല്ലാം വളരെ വിപ്ലവാത്മകങ്ങളായ ചിന്തകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഗീത. അതുമാതിരി എന്താണ് യോഗം പറഞ്ഞു, യോഗേശ്വരനാണ് കൃഷ്ണൻ. ഓരോ അവസാനവും ഓരോ അധ്യായവും അവസാനിക്കുന്ന അങ്ങനെയാണ്, ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ. എന്താണ് യോഗം? അതുവരേക്കും യോഗം എന്ന് പറയുന്നത് എന്തോ ഒരു മെറ്റാഫിസിക്കൽ അല്ലേ, നമുക്കൊന്നും മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള മനുഷ്യനുമായൊരു ബന്ധവുമില്ലാത്ത ഏതോ വനങ്ങളിൽ ഏകാന്തമായിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന എന്തോ ഒരു അനുഭൂതി എന്നതിൽ നിന്ന് മാറി ഭഗവത്ഗീത കൊണ്ടുവരുന്ന ഒരു പുതിയ ആശയമാണ് യോഗം. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. എന്താ യോഗം? ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. വളരെ വിപ്ലവാത്മകമായൊരു ചിന്തയാണ്. എന്താണ് യോഗം? യോഗം എന്ന് പറയുന്നത് കണ്ണടയ്ക്കലോ മൂക്കുപൊത്തലോ അല്ലെങ്കിൽ മനസ്സിന്റെ അല്ലെങ്കിൽ ചിത്തവൃത്തികളുടെ നിരോധമോ മാത്രമല്ല. അതൊക്കെയാണ്. അതിലുപരിയായി ദുഃഖ സംയോഗ വിയോഗം. നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖമുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് വീര്യമില്ലാത്തത് എന്ന് ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നതിനും വീര്യമില്ലാതാവുന്നതിനും അല്ലെ ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കും എന്നൊരു അവസ്ഥത്തേക്ക് എത്താൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മുമ്പിലും പിമ്പിലും വലിയതായ ഭാരങ്ങളെ കെട്ടിവെച്ചിരിക്കുകയാണ് അല്ലേ. പലപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നത് ഇന്നത്തെ കുറിച്ചിട്ടല്ല, 10-20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എന്തോ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സെന്ത് ചെയ്യണം, അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിപ്പോഴും സംഭവിച്ച് മറഞ്ഞുപോയതായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിനോട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് ദുഃഖത്തെ ആവാഹിച്ച് വലിയതായ ഒരു ജഡത്വത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പറയാണ് എന്താണ് യോഗം? ദുഃഖ സംയോഗ വിയോഗം. മനസ്സിനെ അതിൽ നടത്തിയെടുക്കുക. സംഭവിച്ചത് സംഭവിച്ചു, കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സിനെ അതിലേക്ക് തന്നെ ബന്ധിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വീണ്ടും എന്ത് ചെയ്യരുത്? നരകസമാനമാക്കരുത്. എല്ലാം മനസ്സിലാണ്. സന്തോഷവും സന്താപവും ഒക്കെ മനസ്സിലാണ്. ഈ മനസ്സിനെ എപ്പോഴും എന്നോ സംഭവിച്ച ഒരു ദുഃഖകാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം ഓരോ അനുനിമിഷവും ദുഃഖത്തിലേക്കാണ് വീഴുന്നത്. പറയാണ് ദുഃഖ സംയോഗ വിയോഗം യോഗസജ്ജിതം. ദുഃഖത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അടർത്തിയെടുക്കുവാനുള്ള കഴിവാണ് എൻ്റെ യോഗം. ഒരിക്കല് കുറച്ച് ഒരു ഭക്തൻ ഒരാള് അയാളെ കേട്ടു. ഈ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം വലിയൊരു പരമഹംസനാണ് നഗ്ഗഡ്. അപ്പോൾ ഓഹോ ഇതാരെ ഈ പരമഹംസൻ, എങ്ങനെ ഇരിക്കും പരമഹംസൻ എന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ദക്ഷിണേശ്വരത്ത് പോയി. ദക്ഷിണേശ്വരത്ത് കാളിയുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയി. എന്നിട്ട് ചോദിച്ചു ആൾക്കാരോട്, എവിടെയാണ് ഈ പരമഹംസൻ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞത് ആ മുറിയിലാണ്. അപ്പോൾ അവിടെ പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഒരാള് തറയിൽ കിടന്ന് ഇങ്ങനെ ഉരുളുകയാണ്. തറയിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് കരയുകയാണ്. ഭയങ്കരമായിട്ട് പൊട്ടിക്കരയണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ഇയാൾ കിടന്നിങ്ങനെ കരയണത്? അപ്പം അതേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ മരിച്ചുപോയി. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു. അയാൾ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ മകൻ മരിച്ച ദുഃഖത്തിൽ അദ്ദേഹം കഴിയുകയാണ്. അപ്പോൾ ഈ ചെന്ന പയ്യൻ വിചാരിച്ചു, ഓഹോ ഇതാണോ പരമഹംസൻ? തൻ്റെ സ്വന്തം സഹോദരൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞിങ്ങനെ കരയുന്ന ആളെങ്ങനെ പരമഹംസനാവുക? ചേച്ചേ ഇതൊക്കെ വേറെ തട്ടിപ്പാണ്.
എന്ന് വെച്ചാൽ അദ്ദേഹം വീണ്ടും വലിയ വലിയ ക്ഷേത്രമാണ്, ക്ഷേത്രം കാണാൻ വേണ്ടി പോയി. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അവിടെ ക്ഷേത്രമൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോണ്ട് വീണ്ടും നല്ല മധുരമനോഹരമായൊരു ഗാനം കേൾക്കണം. ആരോ മനോഹരമായിട്ട് പാടണു. അപ്പോൾ അത് എവിടുന്ന ഈ പാട്ട് കേൾക്കുന്നത് നോക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ എന്താ, വീണ്ടും ഈ മുറിയിലാണ് എത്തിയത്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് ഭൂമിയിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരുന്ന ആള് ഇപ്പം എന്ത് ചെയ്യണോ, അതിമനോഹരമായി ഭഗവാന്റെ നാമം ജീവിച്ചുകൊണ്ട് അല്ലേ ഒരു ഉന്മത്താവസ്ഥയിൽ അങ്ങനെ ഈശ്വരനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഉന്മത്തനായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഉടനെ ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ, കുറച്ചു മുമ്പ് ഒന്നായിരുന്നു, ഇപ്പോൾ വേറെ എന്താ കാര്യം. എന്തായാലും അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, കുറച്ച് എല്ലാവരും ആൾക്കാരൊക്കെ പോയപ്പോൾ ചോദിച്ചു, എനിക്ക് അങ്ങോട്ട് കാര്യം ചോദിക്കാനുണ്ട്. എന്താ, അങ്ങ് പരമഹംസനാണെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? അങ്ങ് പരമഹംസനാണെങ്കിൽ ഞാനൊരു അരമണിക്കൂർ മുമ്പ് വന്നപ്പോൾ അങ്ങ് ഇവിടെ കിടന്ന് കരയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താ അങ്ങ് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യുന്നത്, എന്താ അത്, ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ശ്യാംശേൻ്റെ അടുത്തോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി എന്ന് കേട്ടാൽ കരയാത്തവൻ മനുഷ്യനാണോ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ കരയാത്തത് മനുഷ്യനാണോ നമ്മൾ? അല്ല. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ കരയരുതെന്നോ ഒന്നുമല്ല, അല്ലെങ്കിൽ സുഖമുണ്ടാവുമ്പോൾ ചിരിക്കരുതെന്നോ അല്ല. പക്ഷെ എന്ത് ചെയ്യണം, ഈ ദുഃഖത്തിലെ നമ്മളെ അടിമകളാക്കാൻ സമ്മതിക്കണം. ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും. ഈ സുഖവും ദുഃഖവും നമ്മളെ അടിമകളാക്കാൻ സമ്മതിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കണം അതാ, ജീവിതത്തിൽ എപ്പോഴോ ഒരു തെറ്റുപറ്റി അല്ലേ, ജീവിതത്തിൽ എപ്പോഴോ നമുക്കൊരു ദുഃഖം ഉണ്ടായി. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണോ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോയി ആ തെറ്റിനെ അല്ലെങ്കിൽ ആ ദുഃഖത്തെ നമ്മുടെ ഉള്ളിൽ വലിയൊരു വ്രണമായി കൊണ്ടു നടന്ന് നമ്മുടെ സാമുദായികവും വ്യാവഹാരികവും വൈയക്തികവും കുടുംബപരവുമായ ജീവിതം നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഗീത പറയാണ്, എന്താ യോഗം? ദുഃഖ സംയോഗ വിയോഗം. ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് കരയുക, പക്ഷെ അതിൽ പെട്ടുകിടക്കാതിരിക്കുക. ദുഃഖത്തെ നമ്മളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക, അതിൽ നിന്ന് വിട്ടുപോരാൻ ശ്രമിക്കുക. അതാണ് വീണ്ടും രണ്ടാമത്തെ ഗീതയിലെ രണ്ടാമത്തെ യോഗത്തെക്കുറിച്ചുള്ള നിർവചനവും അതാണ്. എന്താ പറയണ ദുഃഖ സംയോഗ വിയോഗം യോഗ സത്യതം എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം പറയാണ് എങ്ങനെയാ സാധിക്കുക? ഈ പറയാൻ എളുപ്പമാണ്, ദുഃഖം ഉണ്ടായ ദുഃഖത്തിൽ അല്ലെ, ദുഃഖമുണ്ടായാൽ ആ ദുഃഖത്തിൽ നിന്ന് വിട്ടുവരാൻ, നമുക്ക് തെറ്റുകൾ പറ്റിയാൽ ആ തെറ്റുകളിൽ നിന്ന് വിട്ടുവരാൻ എന്താ വഴി? അതാണ് യോഗം. എന്താണ് യോഗം? പറയണേ, അത്യസ്നതസ്തു യോഗോസ്തി നൈകാന്ത മനസ്നതഃ നചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. എങ്ങനെയാണ്, എന്താ യോഗം? യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നമ്മുടെ കുട്ടികളെ നിങ്ങൾ എല്ലാ എന്താ പറയുക, ഭഗവത്ഗീതയിലെ 700 ശ്ലോകമൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു 4-5 ശ്ലോകങ്ങൾ പഠിപ്പിക്കാം. 4-5 ശ്ലോകങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാം. ഈ 4-5 ശ്ലോകങ്ങൾ അവർക്ക്, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ജീവിതത്തിൽ വലിയ ബലം നൽകും. പറയാണ്, എന്താ യോഗം? യോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ണടച്ചിരിക്കലോ മൂക്ക് പൊത്തലോ തലകുത്തി നിൽക്കലോ അല്ല. യോഗോ ഭവതി ദുഃഖഃ. സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് യോഗം. ജീവിതത്തിൽ എപ്പോഴും വിജയിയായി നിൽക്കുവാൻ കഴിവുള്ളതാണ് യോഗം. അതെങ്ങനെയാണ്? പറയാണ്, യുക്ത ആഹാര വിഹാരം, ശരിയായ ഭക്ഷണം, ശരിയായ കളികൾ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ചെയ്തുകൊണ്ട്, അവയെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്തുകൊണ്ട്, യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ. സ്വപ്നം കാണേണ്ടിടത്ത് സ്വപ്നം കാണാനും ഉണരേണ്ടിടത്ത് ഉണരാനുമുള്ള കഴിവുണ്ടാവൽ. ഇതാണ് യോഗം. വളരെ മനോഹരമായിട്ടുള്ള ഡെഫിനിഷനാണ്. പിന്നെ ഭഗവാൻ പറഞ്ഞു മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ. നമുക്ക് വളരെ 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 അഗാധമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പക്ഷെ നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ.
അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിന്തകളെ ഒന്ന് പ്രവേശിപ്പിക്കാൻ മാത്രമേ നമുക്കിന്ന് സാധിക്കുള്ളൂ. അപ്പോൾ രണ്ട് നിർവചനങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് യോഗം എന്നുള്ളത് പറഞ്ഞു. യോഗോ ഭവതി ദുഃഖ, ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ മനുഷ്യന് ബലം നൽകുന്നതാണ് യോഗം. മനുഷ്യന്റെ മനസ്സിൽ അപരിമിതമായിരിക്കുന്ന ധൈര്യത്തെ, ബലത്തെ, എന്തിനേയും ജീവിതത്തിൽ അഭിമുഖീകരിക്കാനുള്ള ആ സന്നദ്ധതയെ നൽകുന്നതാണ് യോഗം. ഇതെങ്ങനെയാ പറ്റുക? പറഞ്ഞു യോഗ കർമ്മസു കൗശലം. ഗീതയിലെ മൂന്നാമത്തെ സൂചനമാണ്. എന്താ യോഗം? യോഗം കർമ്മസു കൗശലം. നമ്മുടെ ജീവിതത്തിലെ ഏത് കർമ്മങ്ങളെയും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. കൗശലം വെച്ചാൽ മലയാളത്തിലെ കൗശലം എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല. കൗശലം ചലോ കുശലതയോടുകൂടി ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന എന്ത് കർമ്മത്തെയും ഏറ്റവും നന്നായി, ഏറ്റവും മനസ്സിരുത്തി, ഏറ്റവും ആനന്ദത്തോടെ ചെയ്യുവാനുള്ള കഴിവ്. നോക്കൂ, ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം ഇതാണ്. പലപ്പോഴും ആശ്രമത്തിലേക്ക് ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായി പിന്തള്ളപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ആൾക്കാരും നമ്മുടെ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാറുണ്ട്. പലപ്പോഴും ബിസിനസ്സുകൾ പൊട്ടിപ്പോകാറുണ്ട്. എന്താണ് അതിന് കാരണം? ഒരു പ്രധാന കാരണം, പല കാരണങ്ങളുണ്ട് ഇല്ലെന്നല്ല, ഒരു പ്രധാന കാരണം നമ്മൾ ബിസിനസ് തുടങ്ങി 10 ദിവസം കഴിയുമ്പോഴേക്കും ഒരു മാനേജറെ വയ്ക്കും. ഒരു 20 ദിവസം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒരു ലാഭമൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോഴേക്കും നമ്മളൊരു പേഴ്സണൽ PA വയ്ക്കും. പതുക്കെ നമ്മളും ബിസിനസ്സായിട്ടൊരു ബന്ധമില്ല, ഇതൊക്കെ ആരെങ്കിലും നടത്തിക്കൊണ്ട് പോകും. നമ്മൾ ഒരു ദിവസം മനസ്സിലാവുകയാണെന്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. എന്താ പറയാൻ പറ്റുന്നത്? നമ്മൾ പലപ്പോഴും കർമ്മത്തിൽ കുശലരല്ല. നമ്മൾ വളരെ നല്ല ആളുകളാണ്. ഹിന്ദുക്കൾ പൊതുവേ നല്ല ആളുകളാണ്. കമ്പാരിറ്റീവ് പലരെക്കാളും വളരെ നല്ല ആളുകളാണ്. പക്ഷേ നമ്മൾ ഏറ്റെടുക്കുന്ന ഒന്നും പലപ്പോഴും വിജയമായി തീരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഈ അലസതയാണ്. എവിടെയോ ഒരു സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ടോ ഒരു അലസത, ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു വിചാരം എവിടെയോ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റണം? നമുക്ക് എന്തെടുത്താലും അത് ആദ്യം ആരംഭശൂരത്വം ഗംഭീരമായിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആവേശമൊക്കെ മടങ്ങിപ്പോ. പറയാണ് എന്താണ് ജീവിത വിജയത്തിനുള്ള വഴി? പറയണോ യോഗ കർമ്മസു കൗശലം. നമ്മൾ ഏറ്റെടുക്കുന്ന എന്ത് കർമ്മമാകട്ടെ, അത് പഠിക്കലാകട്ടെ, പഠിപ്പിക്കലാകട്ടെ, കൃഷിയാകട്ടെ, വാണിജ്യമാകട്ടെ, വ്യവസായമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഭരണമാകട്ടെ, ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ആ തലങ്ങളിൽ കുശലതയോടുകൂടി, സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി കഷ്ടപ്പെടാൻ തയ്യാറാവുക. അല്ലാതെ ദുഃഖത്തിൽ നിന്ന് മോചിക്കാൻ വേറെ വഴികളൊന്നുമില്ല. ഇത് വളരെ ശക്തമായി പറയണം. നിങ്ങളുടെ കുട്ടികളെ വേറെ ഒരു ശ്ലോകം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു ശ്ലോകം പഠിപ്പിക്കണം. എന്താ ശ്ലോകം? പറയാണ് നമുക്ക് നാമേ പണിവത് നാകം. നമ്മുടെ ശത്രുക്കൾ നമ്മളാണ്, നമ്മുടെ ബന്ധുക്കളും നമ്മളാണ്. നമ്മൾക്ക് ശത്രുവായും നമുക്ക് ബന്ധമായും ഇരിക്കുന്ന നമ്മളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ ആശ്രയിക്കണം. വേറെ ബാഹ്യമായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളെയോ വസ്തുക്കളെയോ രാഷ്ട്രീയക്കാരെയോ എന്തെങ്കിലും ആശ്രയിച്ചിട്ടല്ല നമുക്ക് ഉയരേണ്ടത്. നമുക്ക് നമ്മളെ ആശ്രയിച്ച് ഉയരാൻ സാധിക്കണം. ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ ബന്ധുരാത്മാത്മനസ്തസ്യ. ഏറ്റവും പ്രധാനം, നമുക്ക് ആരാ ശത്രു? നമ്മളാണ്. നമ്മുടെ മനസ്സിലെ തമസ്സാണ്. ഈ തമസ്സിൽ നിന്ന് ഉയർന്ന് എന്ത് കർമ്മമെടുത്താലും എന്ത് കാര്യമെടുത്താലും ആ കാര്യത്തെ ഏറ്റവും സമർപ്പണത്തോടുകൂടി ചെയ്ത്, ഈ സമർപ്പണത്തോടൊപ്പം തന്നെ സാമൂഹികമായിരിക്കുന്ന പ്രതിബദ്ധത,
നമുക്കില്ലാത്ത വേറൊരു കാര്യം ഇതാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കുതിരയെ പോലെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പുറത്തെന്താ സംഭവിക്കുന്നത്, ഇപ്പുറത്തെന്താ സംഭവിക്കുന്നത്, നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന വിചാരമോ വികാരമോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണു, നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായി തീർന്ന അന്നാണ് നമ്മുടെ പതനം ആരംഭിച്ചത്. എന്താണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശം? നമുക്ക് ഒരുമിക്കാൻ സാധിക്കണം. നമുക്ക് ഈ വർഗവർണ്ണ വ്യത്യാസങ്ങളിൽ നിന്ന് പുറത്തു വന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ബോധത്തോടെ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും പുനർനിർമ്മാണത്തിനായി കുശലതയോടുകൂടി ഗംഭീരമായി കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തുടങ്ങണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം എന്താ? നമ്മൾ ആരും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെന്താണ്, ആരുടെയെങ്കിലുമൊക്കെ അവിടെ പോയി നോക്കൂ. ഇന്ന് നമ്മളുടെ തെരുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആരാ? ഹിന്ദുക്കളാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു മുതൽ മുടക്കി ഒരാൾക്ക് ജോലി കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഒരു വലിയതായ ഒരു തരം സ്വാർത്ഥതയാണ്. വേറൊരു കാര്യം എന്താ? നമ്മുടെ ഉള്ളിലുള്ളതായ ഒരു തരം ഭയമാണ്. വേറെന്താ? നമ്മുടെ ഉള്ളിലുള്ളതായ ഒരു തരം മടിയാണ്. ഈ മടിയിൽ നിന്ന് ഇത് തമസാണ്. ഈ തമസിൽ നിന്ന് ഉയരാൻ, രജസ്സിലേക്ക് ഉയരാൻ, ആ രജസ്സിൽ നിന്ന് സത്വത്തിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ഭഗവത്ഗീത. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് 700 ശ്ലോകമൊന്നും പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്കൊരു 10-30 ശ്ലോകങ്ങൾ ഗീതയുടെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ ആത്മവിശ്വാസമുള്ളവരാക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും ആത്മവിശ്വാസം നിൽക്കുന്ന, നമ്മുടെ മനസ്സിൽ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിശാലമായ ഒരു വീക്ഷണം നിൽക്കുന്ന, നമ്മുടെ ജീവിതം വിജയവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അതാണ് ഗീതയിലെ 4ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ യോഗ നിർവചനം. എന്താണ് യോഗം? സമത്വം യോഗ ഉച്യത്തെ. ഈ സമത്വത്തിലേക്ക്, മാനസികമായിരിക്കുന്ന ഇക്വാനിമിറ്റി, മനസ്സിന്റെ സമതുലിതാവസ്ഥയിലേക്ക് എന്ത് സംഭവിച്ചാലും ആ സംഭവങ്ങളെ കൊണ്ട് തകർന്നു പോകാത്ത ദൃഢമായ മനസ്സോടുകൂടിയ ഈശ്വരാർപ്പിത ബുദ്ധിയോടുകൂടിയ ഒരു സമൂഹം നമുക്കുണ്ടായി തീരട്ടെ. ഈ സമൂഹത്തിലേക്ക്, ഈ ഒരു സമൂഹ അവസ്ഥയിലേക്ക് ഉയർത്തുക എന്നതാണ് നമ്മുടെ ഈ ഭഗവത്ഗീതയുടെ പ്രധാന ആശയം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ സമൂഹവും ഒരു 5 മിനിറ്റോടെ സംസാരിക്കാതിരുന്നാൽ ഞാൻ ഇപ്പൊ തീർക്കാം. 2 മിനിറ്റ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതിന് ഇപ്രകാരമുള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടും ചിന്തകളായിട്ടും ചർച്ചകളായിട്ടും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഗീതയെ കൂടുതൽ അറിയാൻ, വെറുതെ ഗീത പഠിക്കുക, ശ്ലോകങ്ങൾ പഠിക്കുക, ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക മാത്രമല്ല, അത് വേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഗീത നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്, ഗീത നമ്മുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കുന്ന ഈ തത്വം എന്താണ്, അതിൻ്റെ പ്രാക്ടിക്കൽ, അതിൻ്റെ പ്രായോഗികമായിരിക്കുന്ന വശം എന്താണ് എന്നറിഞ്ഞ് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുവാൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആഴത്തിലുള്ള പഠനത്തിന് ഇതൊരു ആരംഭമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ മഹാരാജന്മാർക്കും ശ്രീ ഭഗവാന്റെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും ഈശ്വരൻ്റെ പരമമായിരിക്കുന്ന അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം.